അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബലാഗയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. തശ്ബീഹുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് അൽ ഹഖീഖത്ത് വൽ മജാസ്. മജാസും ഹഖീഖത്തും എന്താണെന്ന് നോക്കാം. ഖായിദ വായിച്ചിട്ട് നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. അൽ മജാസുൽ ലുഗവി. മജാസുൽ ലുഗവി എന്നാൽ എന്താണ്? هو اللفظ المستعمل في غير ما وضي له لعلاقة مع قرينة مانعة من إرادة المعنى الحقيقي. هو اللفظ المستعمل في غير ما وضي له. ഒരു പദത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ ഉപയോഗിക്കുക. ലഅലാഖത്തിൻ മാ ഖരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തിൽ മാനൽ ഹഖീഖി. എന്നാൽ യഥാർത്ഥ അർത്ഥവും അല്ലാത്ത അർത്ഥവും തമ്മിൽ ഒരു അലാഖത്ത്, ഒരു ബന്ധം, അതോടൊപ്പം തന്നെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും നമ്മെ തടയുന്ന ഖരീനത്തോടും കൂടി ഒരു ലഫ്ലിനെ ഉപയോഗിക്കുന്നതിനെയാണ് അൽ മജാസ് അൽ ലുഗവി എന്ന് പറയുന്നത്. അപ്പോൾ നാം ഒരു പദത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ, അർത്ഥമല്ലാത്ത മറ്റൊരർത്ഥത്തിൽ, എന്നാൽ യഥാർത്ഥ അർത്ഥവും അല്ലാത്ത അർത്ഥവും തമ്മിൽ ഒരു അലാഖത്തോടും അതോടൊപ്പം തന്നെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും നമ്മെ തടയുന്ന ഖരീനത്തോടും കൂടി ഒരു ലഫ്ലിനെ ഉപയോഗിക്കുന്നതിനെയാണ് അൽ മജാസ് അൽ ലുഗവി എന്ന് പറയുന്നത്. വൽ അലാഖത്തു ബൈനൽ മഅന അൽ ഹഖീഖി വൽ മഅന അൽ മജാസി. യഥാർത്ഥ അർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള, മജാസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള അലാഖത്ത് ഖദ് തകൂനു അൽ മുശാബഹ വഖദ് തകൂനു ഗൈറഹ. അത് മുശാബഹത്തായിരിക്കാം, അല്ലാതെ ഇരിക്കാം. വൽ ഖരീനത്തു ഖദ് തകൂനു ലഫ്ലിയ വഖദ് തകൂനു ഹാലിയ. ഖരീനത്ത് ലഫ്ലിയത്തായിരിക്കാം, ഖരീനത്ത് ഹാലിയത്തായിരിക്കാം. ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം, അപ്പോൾ കൂടുതൽ വ്യക്തമാകും. ഖാമത്ത് തുളല്ലിലുനി വമിൻ അജബിൻ ഷംസുൻ തുളല്ലിലുനി മിന ഷംസി. ഇബ്നു അമീദിൻ്റെ ഒരു വരിയാണ്. ഖാമത്ത് തുളല്ലിലുനി, എനിക്ക് തണലിടാൻ നിന്നു. വമിൻ അജബിൻ, അത്ഭുതം. ഷംസുൻ, സൂര്യൻ. തുളല്ലിലുനി മിന ഷംസി, മിന ഷംസി എന്നാണ്, ഷംസിൽ നിന്നും തണലിടാൻ. അവിടെ എഴുതിയെടുത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. ഷക്സ് എന്നല്ല, ഷംസ് എന്ന് തന്നെയാണ്. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, സൂര്യനിൽ നിന്നും ഒരു സൂര്യൻ എനിക്ക് തണലേകി, ഒരു സൂര്യനിൽ നിന്നും മറ്റൊരു സൂര്യൻ എനിക്ക് തണലേകി എന്നാണ് പറയുന്നത്. ഈ ഉദാഹരണം നോക്കിയാൽ ഷംസ് എന്ന പദം ഇവിടെ രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒന്ന് യഥാർത്ഥ അർത്ഥം, സൂര്യൻ എന്ന അർത്ഥം. മറ്റൊന്ന് അതല്ലാത്ത അർത്ഥം. നാം ഈ പദങ്ങളെക്കുറിച്ച് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള ഒരു ബന്ധം, അലാഖത്ത് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ആ ബന്ധം എന്ന് പറയുന്നത് മുശാബഹത്താണ്, സാദൃശ്യമാണ്. അപ്പോൾ തിളങ്ങുന്ന മുഖത്തോടു കൂടിയ ഒരാളെ തിളക്കത്തിൽ സൂര്യനോട് ഉപമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഷംസുൻ തുളല്ലിലുനി, സൂര്യൻ എനിക്ക് തണൽ നൽകുന്നു. ഈ പ്രയോഗത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാവുന്നതാണ്. കാരണം സൂര്യൻ ഒരിക്കലും തണൽ നൽകുകയില്ലല്ലോ. ഇവിടെ തുളല്ലിലുനി എന്ന പദമാണ് ഷംസിൻ്റെ അർത്ഥം, സൂര്യനല്ല. നേരെ മറിച്ച് സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖമുള്ള മംദൂഹാണ് ഇവിടുത്തെ ഉദ്ദേശാർത്ഥമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തുളല്ലിലുനി എന്ന പദമാണ് ഷംസിൻ്റെ ഉദ്ദേശാർത്ഥത്തിലേക്ക് നമ്മെ
കൊണ്ടെത്തിക്കുന്നത്, നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥ അർത്ഥത്തെ തടഞ്ഞ് ഉദ്ദേശാർത്ഥത്തിലേക്ക് നയിച്ച ലഫ്ലിനെയാണ് ഖരീനത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഖരീനത്ത്. ഇവിടുത്തെ ഖരീനത്ത് എന്ന് പറയുന്നത് തുവല്ലിലുനി എന്നതാണ്. യഥാർത്ഥ അർത്ഥത്തെ തടഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന, നയിക്കുന്ന ലഫ്ലിനെയാണ് ഖരീനത്ത് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഹിസബുറുൻ മശായ ബഗി ഹിസബുറൻ വഅഗ്ലബുൻ മിനൽ ഖൗമി യഗ്ഷാ ബാസിലൽ വജ്ഹി അഗ്ലബ. ഹിസബുറുൻ മശായ ബഗി ഹിസബുറൻ, സിംഹം സിംഹത്തെ തേടി നടക്കുന്നു. വഅഗ്ലബുൻ മിനൽ ഖൗമി യഗ്ഷാ ബാസിലൽ വജ്ഹി അഗ്ലബ, ജനങ്ങളിൽ നിന്നുമുള്ള ഒരു സിംഹം നിർഭയമുഖത്തോടുകൂടി, ബാസിലൽ വജ്ഹ് നിർഭയമുഖത്തോടുകൂടി സിംഹത്തിനടുത്തേക്ക് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഉദാഹരണം നോക്കിയാൽ ഹിസബുറൻ എന്ന പദത്തെ രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചതായിട്ട് കാണാം. രണ്ടാമത്തെ ഹിസബുറൻ യഥാർത്ഥ അർത്ഥമായ സിംഹത്തെയും ഒന്നാമത്തേത് സിംഹത്തെ പോലെ ധീരനായ മംദൂഹിനെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള ബന്ധം ധീരതയിലുള്ള മുഷാബഹത്ത് ആണ്. ഇവിടുത്തെ കരീനത്തിനെക്കുറിച്ച് സന്ദർഭത്തിൽ നിന്നാണ് നമുക്ക് ഗ്രഹിക്കുന്നത്, ലഫ്ലി അല്ല. ഇതേ ഉദാഹരണത്തിൽ തന്നെ അഗ്ലബും രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ അഗ്ലബ് യഥാർത്ഥ അർത്ഥമായ സിംഹത്തെയും ഒന്നാമത്തെ അഗ്ലബ് സിംഹത്തെ പോലെ ധീരനായ ഒരാളെ, ഒരു മനുഷ്യനെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അലാഖത്ത് മുഷാബഹത്തും ഖരീനത്ത് മിനൽ ഖൗമ് എന്ന ലഫ്ലുമാണ്. അപ്പോൾ ആദ്യത്തേത് അതിൻ്റെ ഖരീനത്ത് നമുക്ക് അതിൻ്റെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുകയാണ്. രണ്ടാമത്തേത് മിനൽ ഖൗമ് എന്ന ലഫ്ലാണ്, ഖരീനത്ത് ലഫ്ലിയാണ്. മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. ഇദൽ ഐനു റാഹത്ത് വഹിയ ഐനുൻ അലൽ ജവ ഫലൈസ ബിസിറിൻ മാ തുയസ്സറു അൽ. കണ്ണുകൾ വികാര പ്രകടനത്തിൻ്റെ സൂചകങ്ങളായാൽ വാരിയെല്ലുകൾക്കുള്ളിൽ മറക്കപ്പെട്ടതെന്തോ അത് രഹസ്യമല്ലാതാകുന്നു എന്നാണ് അതിൻ്റെ വരിയുടെ ആശയം. ഈ ഉദാഹരണത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ചില പ്രത്യേക വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ്റെ കണ്ണ് ഒരു ചാരനെ പോലെ പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാകും. ഉദാഹരണത്തിന് ഒരു മനുഷ്യന് അസഹ്യമായ ദുഃഖമുണ്ടാകുമ്പോൾ അവൻ്റെ കണ്ണത് പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെ ആ കണ്ണൊരു ചാരപ്രവർത്തിയിലൂടെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള വികാരത്തെ, ദുഃഖത്തെ നമുക്ക് അറിയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ ഈ പ്രവർത്തനം വഴി ഹൃദയത്തിനകത്ത് രഹസ്യമാക്കി വെച്ച കാര്യം രഹസ്യമല്ലാതായിത്തീരുന്നു. ഇവിടെ ഐന് എന്ന പദത്തെ രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഐന് യഥാർത്ഥ അർത്ഥമായ കണ്ണിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഐന് ജാസൂസ്, ചാരൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചാരപ്രവർത്തനത്തിന് കണ്ണ് ഒരു പ്രത്യേക ഭാഗമാണ്. ചാരപ്രവൃത്തിയുടെ ഒരു പ്രത്യേക ഭാഗമാണ് കണ്ണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചാരൻ്റെ ഒരു പാർട്ടാണ്, ഒരു ജുസ് ആയ ഐനിനെ പറഞ്ഞ് ചാരനെ മൊത്തത്തിൽ, കുല്ലിനെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ജുസൈനെ പറഞ്ഞുകൊണ്ട് കുല്ലിനെ ഉദ്ദേശിക്കൽ അറബികളുടെ ഒരു പതിവാണ്. അപ്പോൾ ഐനും ജാസൂസും തമ്മിലുള്ള അലാഖത്ത് ഇവിടെ മുഷാബഹത്തല്ല, നേരെ മറിച്ചിട്ട് ജുസൈയത്താണ്. മറ്റ് രണ്ട് ഉദാഹരണങ്ങളും മുഷാബഹത്തായിരുന്നു, ഇവിടെ ജുസൈയത്താണ് അലാഖത്ത്. ഇവിടുത്തെ ഖരീനത്ത് എന്ന് പറയുന്നത് ജവ എന്നതാണ്, വികാര വിചാരങ്ങൾ എന്നതാണ് ഇവിടുത്തെ ഖരീനത്ത്. ഖരീനത്ത് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അഥവാ ഖരീനത്ത് ഇവിടെ എന്താണ്, ലഫ്ലിയത്താണ്.
അപ്പോൾ നാം ഒരു പദത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ അർത്ഥമല്ലാതെ മറ്റൊരർത്ഥത്തിൽ, എന്നാൽ യഥാർത്ഥ അർത്ഥവും അല്ലാത്ത അർത്ഥവും തമ്മിൽ ഒരു അലാക്കത്തോടും അതോടൊപ്പം തന്നെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും നമ്മെ തടയുന്ന ഖരീനത്തോടും കൂടി ഒരു ലഫ്ദിനെ ഉപയോഗിക്കുന്നതിനാണ് മജാസുൽ ലഗ്വി എന്ന് പറയുന്നത്. ഉദാഹരണം നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള അലാക്കത്ത് മുഷാബഹത്തായിരിക്കാം. ഒന്നാമത്തെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ കണ്ടതുപോലെ മുഷാബഹത്തായിരിക്കാം, അല്ലാതെയും ഇരിക്കാം. മൂന്നാമത്തെ ഉദാഹരണത്തിൽ മുഷാബഹത്തായിരുന്നില്ല, അവിടെ ജുസിയത്തായിരുന്നല്ലോ. അതുപോലെ തന്നെ ഖരീനത്ത് ലഫ്ലിയത്തായിരിക്കാം. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഉദാഹരണത്തിൽ നമ്മൾ കണ്ടതുപോലെ ഖരീനത്ത് ലഫ്ലിയത്തായിട്ട് വരാം. അതുപോലെ തന്നെ ഖരീനത്ത് ഹാലിയത്തായിട്ട് വരാം. രണ്ടാമത്തെ ഉദാഹരണത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ കണ്ടതുപോലെ അവിടെ ഹാലിയത്തായിട്ടാണ് വന്നത്, നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് അൽ ഹഖീഖത്തു അൽ മജാസ്. അടുത്തത് അൽ ഇസ്തിയാറ തസ്രീഹിയ വൽ മക്നിയ. ഇസ്തിയാറത്ത് എന്താണെന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഖായിദ വായിക്കാം. അൽ ഇസ്തിയാറത്തു മിനൽ മജാസിൽ ലുഗവി. ഇസ്തിയാറ മജാസിൽ ലുഗവിയിൽ നിന്നുള്ളതാണ്. വഹിയ തഷ്ബീഹുൻ, അതൊരു തഷ്ബീഹാണ്. ഹുദിഫ അഹദു തൊർഫേഹി, തൊർഫെ തഷ്ബീഹായ മുഷബ്ബഹ് അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹിയെ ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കിക്കൊണ്ട് പദപ്രയോഗങ്ങളെ മജാസായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ഇസ്തിയാറത്ത് എന്ന് പറയുന്നത്. ഫഅലാഖത്തുഹ അൽ മുഷാബഹത്തു ദായിമൻ. ഇത്തരം പ്രയോഗങ്ങളിൽ അലാഖത്ത് എപ്പോഴും മുഷാബഹത്തായിരിക്കും. വഹിയ ഖിസ്മാനി, ഇസ്തിയാറത്ത് രണ്ട് വിധമുണ്ട്. ഇസ്തിയാറ തസ്രീഹിയ, ഇസ്തിയാറ മക്നിയ. അൽ ഇസ്തിയാറ തസ്രീഹിയ വഹിയ മാ സുറഹ ഫീഹ ബിലഫ്ദിൽ മുഷബ്ബഹി ബിഹി. ഒരു ഇസ്തിയാറത്തിൽ മുഷബ്ബഹ് ബിഹിയെ വ്യക്തമായി പറയുന്നു എങ്കിൽ അതിനെ ഇസ്തിയാറ തസ്രീഹിയ എന്ന് പറയുന്നു. അൽ ഇസ്തിയാറത്തുൽ മക്നിയ വഹിയ മാ ഹുദിഫ ഫീഹ അൽ മുഷബ്ബഹു ബിഹി വറുമിസ ലഹു ബിശൈഇൻ മിൻ ലവാസിമിഹി. ഇസ്തിയാറ മക്നിയ എന്നാൽ ഒരു ഇസ്തിയാറത്തിൽ മുഷബ്ബഹ് ബിഹിയെ ഒഴിവാക്കിയ ശേഷം മുഷബ്ബഹ് ബിഹിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗുണം നിലനിർത്തിയാൽ അതിനെ ഇസ്തിയാറ മക്നിയ എന്ന് പറയുന്നു. ഉദാഹരണം നോക്കാം. ഖാല തആല കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി. നബിയെ, അങ്ങേക്കു നാം അവതരിപ്പിച്ചു തന്ന ഒരു ഗ്രന്ഥമാകുന്നു ഇത്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി, മനുഷ്യരെ അന്ധകാരങ്ങളിൽ നിന്നും പുറത്തു വരുത്തി പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അതാണ് ആ വരിയുടെ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ളുലുമാത്ത്, നൂറ് എന്നീ പദങ്ങൾ മജാസായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി എന്നതിൻ്റെ യഥാർത്ഥ ആശയം ലിതുഖ്രിജൻ നാസ മിനൽ ളലാലി കല്ലുലുമാത്തി ഇലൽ ഹുദ കന്നൂരി എന്നാണ്. ഇവിടെ ളലാല് എന്നാൽ എന്താണ്? വഴികേട് അല്ലേ, അബദ്ധസഞ്ചാരം. മുഷബ്ബഹിനെ, ളലാല് എന്ന മുഷബ്ബഹിനെ ളുലുമാത്ത് അന്ധകാരം എന്ന മുഷബ്ബഹ് ബിഹിയോട് ഉപമിച്ചിരിക്കുന്നു. എന്നിട്ട് മുഷബ്ബഹ് ബിഹിയായ ളലാലിൻ്റെ ആശയം ലഭിക്കാൻ വേണ്ടിയിട്ട് മുഷബ്ബഹിനെ ഒഴിവാക്കി മുഷബ്ബഹ് ബിഹിയായ ളുലുമാത്തിനെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ മുഷബ്ബഹ് ബിഹിയായ ളലാലിൻ്റെ ആശയം ലഭിക്കാൻ വേണ്ടി മുഷബ്ബഹിനെ
എന്നിട്ട് മുഷബ്ബഹായ ളലാലിൻ്റെ ആശയം ലഭിക്കാൻ വേണ്ടി മുഷബ്ബഹിനെ ഒഴിവാക്കി മുഷബ്ബഹ് ബിഹിയായ ളുൽമാത്തിനെ ഉപയോഗിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് മുഷബ്ബഹായ ഹുദ എന്നതാണ് മുഷബ്ബഹ്. ആ ഹുദയുടെ ആശയം ലഭിക്കാൻ വേണ്ടി മുഷബ്ബഹ് ആയ ഹുദയെ ഒഴിവാക്കി മുഷബ്ബഹ് ബിഹിയായ നൂറിനെ ഉപയോഗിച്ചിരിക്കുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ മുഷബ്ബഹ് ബിഹി മുഷബ്ബഹിനെ പ്രതിനിധീകരിക്കുന്നു. അത് മുഷബ്ബഹിൻ്റെ അർത്ഥത്തിന് വേണ്ടി മുഷബ്ബഹ് ബിഹി ഇവിടെ മുഷബ്ബഹിനെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ അലാഖത്ത് മുഷാബഹത്തും ഖരീനത്ത് ഹാലിയത്തുമാണ്. അപ്പോൾ ഈ ഉദാഹരണം പരിശോധിച്ചാൽ ഇത് മുഷാബഹത്ത് ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഉദാഹരണത്തിൽ മുഷബ്ബഹിനെ ഒഴിവാക്കിയതിന് ശേഷം മുഷബ്ബഹിൻ്റെ ആശയം ലഭിക്കാൻ അല്ലെങ്കിൽ മുഷബ്ബഹിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് മുഷബ്ബഹ് ബിഹിയെ നിലനിർത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള മജാസായ പദപ്രയോഗങ്ങൾക്ക് ഇസ്തിയാറത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഇസ്തിയാറത്തിൽ മുഷബ്ബഹ് ബിഹിയെ വ്യക്തമായി പറഞ്ഞാൽ, മുഷബ്ബഹിനെ കളഞ്ഞിട്ട് മുഷബ്ബഹ് ബിഹിയെ വ്യക്തമായി പറഞ്ഞാൽ അതിനെ ഇസ്തിയാറ തസ്രീഹിയ എന്ന് പറയുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്. അടുത്ത ഉദാഹരണം നോക്കാം. വഖാല ഹജ്ജാജ് ഫി ഇഹ്ദാ ഖുത്ബതിഹി. ഹജ്ജാജ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വരിയാണിത്. ഇന്നി ല അറാ റഊസൻ ഖദ് ഐനഅത് വഹാന ഖിതാഫുഹ വ ഇന്നി ല സ്വാഹിബുഹ. പ്രശസ്തമായ PSCക്കൊക്കെ എപ്പോഴും ചോദിച്ചു കാണുന്ന പരീക്ഷകളിലൊക്കെ, മത്സര പരീക്ഷകളിലൊക്കെ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യം, ഒരു വരിയാണിത്. അപ്പോൾ അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഇന്നി ല അറാ റഊസൻ, നിശ്ചയം ഞാൻ ചില ശിരസ്സുകൾ കാണുന്നു. ഖദ് ഐനഅത്, അവ പഴുത്തിരിക്കുന്നു. വഹാന ഖിതാഫുഹ, അവ പറിക്കാറായിരിക്കുന്നു. വ ഇന്നീല സ്വാഹിബുഹ, നിശ്ചയം ഞാനായിരിക്കും അതിൻ്റെ ഉടമ, അത് പറിക്കുന്നവൻ ഞാനായിരിക്കും. അപ്പോൾ ഈ ഉദാഹരണത്തിൽ ഹജ്ജാജിൻ്റെ പ്രസംഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ റഊസിനെ സമറാത്തിനോട് ഉപമിച്ചിരിക്കുകയാണ്, തശ്ബീഹ് ചെയ്തിരിക്കുകയാണ്. റഊസിനെ സമറാത്തിനോട് ഉപമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നി ല അറാ റഊസൻ കസ്സമറാത്തി ഖദ് ഐനഅത് എന്നാണ്. നിശ്ചയം ഞാൻ പഴുത്ത പഴങ്ങൾ പോലെയുള്ള ശിരസ്സുകൾ കാണുന്നു എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ പ്രസംഗത്തിൻ്റെ ഭാവനയിൽ റഅസ് പഴത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു പഴം പറിക്കുക, അത് പഴുക്കുമ്പോഴാണ്. അതേപോലെ ഞാൻ ചില പഴുത്ത ശിരസ്സുകൾ കാണുന്നു, വളരെ അടുത്ത ഭാവിയിൽ തന്നെ അത് പറിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഉദാഹരണത്തിൽ മുഷബ്ബഹ് ബിഹി ആയ സമറാത്തിനെ ഒഴിവാക്കി. നേരത്തെ മുഷബ്ബഹിനെയാണ് ഒഴിവാക്കിയിട്ട് മുഷബ്ബഹ് ബിഹിയെ വ്യക്തമാക്കുകയാണ്. ഇവിടെ മുഷബ്ബഹ് ബിഹിയായ സമറാത്തിനെ ഒഴിവാക്കി പഴത്തിൻ്റെ സവിശേഷ ഗുണമായ പഴുക്കുക എന്ന ആശയം വരുന്ന ഐനഅത്ത് എന്ന വാക്കിനെ പഴത്തെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ മുഷബ്ബഹ് ബിഹിയെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് മുഷബ്ബഹ് ബിഹിയുടെ ഗുണമായ ഐനഅത്ത് എന്ന പദത്തെ നിലനിർത്തി. അപ്പോൾ ഈ ഇസ്തിആറത്തിൽ മുഷബ്ബഹ് ബിഹിയെ മറക്കപ്പെട്ടു. അങ്ങനെ മറക്കപ്പെട്ടത് കൊണ്ട് ഇതിനെ ഇസ്തിആറ മക്കിനിയ എന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ മജാസിൻ്റെ 2 തരത്തിലുള്ള പ്രയോഗങ്ങൾ നാം കണ്ടു. ഒന്നാമത്തെ രീതിയിൽ മുഷബ്ബഹിനെ ഒളിവാക്കി, അതായത് കളഞ്ഞ്, എന്നാൽ മുഷബ്ബഹിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് മുഷബ്ബഹ് ബിഹിയെ നിലനിർത്തി, ഒന്നാമത്തെ ഉദാഹരണത്തിൽ കണ്ട പോലെ. രണ്ടാമത്തെ രീതിയിൽ മുഷബ്ബഹ് ബിഹിയെ ഒഴിവാക്കിയ ശേഷം മുഷബ്ബഹ് ബിഹിയെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് മുഷബ്ബഹ് ബിഹിയുടെ ഒരു പ്രത്യേക ഗുണത്തെ നിലനിർത്തിയിരിക്കുന്നു. മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ ഉദാഹരണങ്ങളിൽ മജാസായ പ്രയോഗങ്ങളിലെ അലാഖത്ത് മുഷാബഹത്താണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തുർഫൈ തഷ്ബീഹായ മുഷബ്ബഹ് അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹി ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കി
അലാഖത്ത് മുഷാബഹത്താകുന്ന രീതിയിൽ മജാസായ പ്രയോഗങ്ങൾ നടത്തുന്നതിനെയാണ് ഇസ്തിയാറത്ത് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് തഖ്സീമുൽ ഇസ്തിയാറ ഇല അസ്ലിയ വ തബഇയ്യ. തബഇയ്യത്തും അസ്ലിയത്തുമായിട്ട് ഇസ്തിയാറത്തിനെ വിഭാഗം ചെയ്യുകയാണ്. ആദ്യം അതിൻ്റെ ഖായിദ ഒന്ന് നോക്കാം. ഒന്നാമത്തത് തകൂനുൽ ഇസ്തിയാറത്തു അസ്ലിയ ഇദാ കാന ലഫ്ദു അല്ലദീ ജറത് ഫീഹി ഇസ്മൻ ജാമിദൻ. ഇസ്തിയാറത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം ജാമിദായ ഇസ്മാണെങ്കിൽ അതിനെ ഇസ്തിയാറ അസ്ലിയ എന്ന് പറയുന്നു. അപ്പോൾ ഇസ്തിയാറത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു പദം അത് ജാമിദായ പദം എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന് ഇസ്തിഖാഖ് ഉണ്ടാവാത്ത, അതിന് ഉരുത്തിരിഞ്ഞു വരാത്ത പദങ്ങൾ, ജാമിദായ പദങ്ങൾ. നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ജാമിദായ ഇസ്മാണെങ്കിൽ അതിനെ ഇസ്തിയാറ അസ്ലിയ എന്ന് പറയുന്നു. രണ്ടാമത്തെ ഖായിദ തകൂൻ ഇസ്തിയാറത്തു തബഇയ്യ ഇദാ കാന ലഫ്ദു അല്ലദീ ജറത് ഫീഹി മുസ്തഖൻ ഔ ഫിഅലൻ. ഇസ്തിയാറത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം മുസ്തഖോ ഫിഅലോ ആണെങ്കിൽ, മുസ്തഖോ അല്ലെങ്കിൽ ഫിഅലോ ആണെങ്കിൽ അതിനെ ഇസ്തിയാറ തബഇയ്യ എന്ന് പറയുന്നു. കുല്ലു തബഇയ്യത്തിൻ ഖരീനത്തുഹ മക്നിയത്തുൻ. എല്ലാ ഇസ്തിയാറ തബഇയ്യയുടെയും ഖരീനത്ത് മക്നിയത്തായിരിക്കുന്നതാണ്. വൈദാ ഉജ്രിയത്തുൽ ഇസ്തിയാറത്തു ഫീ വാഹിദത്തിൻ മിൻഹുമാ ഇംതനഅ ഇജ്റാഉഹ ഫിൽ ഉഖറ. ഇങ്ങനെ വരുന്ന വാചകങ്ങളിൽ ഒരു രീതിയിൽ മാത്രമേ ഇസ്തിയാറത്ത് കണക്കാക്കാവൂ. ഇസ്തിയാറ തബഇയ്യ എന്ന് ഇത്തരത്തിലുള്ള ഒരു വാചകത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അതേ വാചകത്തെക്കുറിച്ച് ഇസ്തിയാറ മക്നിയ എന്ന് പറയാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഖാലൽ മുത്തനബി യസിഫു ഖലമൻ. പേനയെ വസ്ഫ് ചെയ്തുകൊണ്ട് മുത്തനബി പറയുകയാണ്. യമുജ്ജു ഗലാമൻ ഫീ നഹാരിൻ ലിസാനുഹു വയുഫ്ഹീമു അമ്മൻ ഖാല മാ ലൈസ യുസ്മഉ. യമുജ്ജു ഗലാമൻ ഫീ നഹാരി ലിസാനുഹു. പേന അതിൻ്റെ നാവ് കൊണ്ട് പകലിലേക്ക് ഇരുളിനെ തുപ്പുമ്പോൾ വയുഫഹാമു അമ്മൻ ഖാല മാ ലൈസ യുസ്മഉ. കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒന്നാമത്തെ ഉദാഹരണത്തിൽ കവി പേനയെ മനുഷ്യനോട് ഉപമിക്കുകയാണ്. എന്നിട്ട് മുശബ്ബഹ് ബിഹിയെ ഒഴിവാക്കി. അതായത് ഇൻസാനിനെ അവിടുന്ന് ഒഴിവാക്കി. എന്നിട്ട് മുശബ്ബഹ് ബിഹിയെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ലിസാനിനെ അവിടെ നിലനിർത്തി. ഫൽ ഖലമു കൽ ഇൻസാനി യമുജ്ജു ബി ലിസാനിഹി അൽ മിദാദു ഖൽദുലാമി ഫിസ് സവാദി ഫിൽ വറഖി കൻ നഹാരി ഫിൽ ബയാദി എന്നാണ് ശരിക്ക്. അപ്പോൾ ഇവിടുത്തെ മിദാദ് മഷിയെ ലുലാമ് എന്ന ഇരുട്ടിനോട് കറുത്തിരിക്കുക എന്ന ഗുണത്തിൽ താരതമ്യപ്പെടുത്തിയതിന് ശേഷം മുശബ്ബഹിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് മുശബ്ബഹ് ബിഹിയായ ലുലാമിനെ നിലനിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വറക്ക് പേപ്പറിനെ നഹാറിനോട് വെളുത്തിരിക്കുക എന്ന ഗുണത്തിൽ താരതമ്യപ്പെടുത്തിയതിന് ശേഷം അവിടുത്തെ മുശബ്ബഹിനെ ഒഴിവാക്കിയിട്ട് മുശബ്ബഹിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് മുശബ്ബഹ് ബിഹിയെ നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ചില ഇസ്തിയാറ തസ്രീഹിയയുടെയും ഇസ്തിയാറ മക്നിയയുടെയും ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ കാണുന്നുണ്ട് ഇസ്തിയാറ തസ്രീഹിയയുടെയും മക്നിയയുടെയും ആയിട്ട്. അപ്പോൾ ഉദാഹരണത്തിലെ ഇസ്തിയാറത്തായി ഉപയോഗിച്ച ഒലാമ്, നഹാർ, ലിസാന് എന്നീ പദങ്ങൾ ജാമിദത്തായ പദങ്ങളാണ്. അപ്പോൾ അത് ജാമിദത്താണ്, അതിൽ നിന്നും വേറൊന്നും പിരിഞ്ഞുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ജാമിദത്തായ പദങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം ഇസ്തിയാറയെ ഇസ്തിയാറ അസ്ലിയ എന്ന് പറയുന്നു. ജാമിദത്തായതുകൊണ്ട് അതിനെ ഇസ്തിയാറ അസ്ലിയ എന്ന് പറയുന്നു.
രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഖാല തആല വലമ്മ സഖത അൻ മൂസ അൽ ഗളബു. ആയത്തിൻ്റെ ഭാഗമാണ്. മൂസയിൽ നിന്നും കോപം അടങ്ങിയപ്പോൾ. ഈ ഉദാഹരണത്തിൽ ഇത് ഇസ്തിയാറ തസ്രീഹിയക്കുള്ള ഉദാഹരണമാണ്. ഈ ഉദാഹരണത്തിൽ ഇന്തിഹാഉൽ ഓളബിനെ സുക്കൂത്തിനോട് ശാന്തതയിൽ ഉപമിച്ചിരിക്കുന്നു. എന്നിട്ട് ഇൻതഹ എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് മുശബ്ബഹ് ബിഹിയായ സുക്കൂത്തിൽ നിന്നും പിരിഞ്ഞുണ്ടായ സക്കത്ത എന്ന പദത്തെ ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ഇവിടെ ഇസ്തിയാറ തസ്രീഹിയ ആയിട്ട് ഉപയോഗിച്ച പദമായ സക്കത്ത മുസ്തഖാണ്. സുക്കൂത്തിൽ നിന്നും പിരിഞ്ഞുണ്ടായതാണ്. അപ്പോൾ അത് മുസ്തഖായ പദമാണ്, ജാമിദിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇസ്തിയാറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദം മുസ്തഖാണെങ്കിൽ അത്തരം ഇസ്തിയാറയെ ഇസ്തിയാറ തബായിയ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഖളബ് എന്ന പദമാണ് ഖരീനത്ത്. ഇതിനെ നമുക്ക് മനുഷ്യനോട് ഉപമിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ആയത്തിൽ മുശബ്ബഹ് ബിഹിയെ ഒഴിവാക്കി മുശബ്ബഹ് ബിഹിയുടെ സവിശേഷതയായ സക്കത്തയെ നിലനിർത്തിയിരിക്കുന്നു. അഥവാ ഈ വാചകത്തിലെ ഇസ്തിയാറ തബൈയുടെ കരീനത്തായ ഖളബിൽ ശരിക്ക് പരിശോധിച്ചാൽ ഇസ്തിയാറ മക്നിയ കണ്ടെത്താൻ കഴിയും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇസ്തിയാറ തബൈയുടെ കരീനത്ത് ഇസ്തിയാറ മക്നിയ ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ ഖായിദ ഒന്നുകൂടി പറയാം. തക്കൂനു ഇസ്തിയാറത്തുൽ അസ്ലിയ ഇതാക്കാൻ ലഫ്ദുല്ലദീ ജറത്ത് ഫീഹി ഇസ്മൻ ജാമിദൻ. ഇസ്തിയാറത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം ജാമിദായ ഇസ്മാണെങ്കിൽ അതിനെ ഇസ്തിയാറ അസ്ലിയ എന്നും, തക്കൂനു ഇസ്തിയാറ തബഇയ്യ ഇതാക്കാൻ ലഫ്ദുല്ലദീ ജറത്ത് ഫീഹി മുസ്തഖൻ ഔ ഫിഅലൻ. ഉപയോഗിക്കുന്ന പദം ഇസ്തിയാറത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം മുസ്തഖോ ഫിഅലോ ആണെങ്കിൽ അതിനെ ഇസ്തിയാറ തബഇയ്യ എന്ന് പറയുന്നു. അതാണ് ഇസ്തിയാറ അസ്ലിയയും തബഇയ്യയും. തഖ്സീമുൽ ഇസ്തിയാറ ഇലാ മുറശ്ശഹ വ മുജറദ വ മുത്ലഖ. ഖവായിദ്. അപ്പോൾ ഇസ്തിയാറത്തിനെ മുറശ്ശഹ, മുജറദ, മുത്ലഖ എന്നിങ്ങനെ വിഭാഗം ചെയ്യാം. എന്താണ് ഇസ്തിയാറ മുറശ്ശഹ എന്ന് പറഞ്ഞാൽ? മാ ദുക്കിറ മഅഹ മുലായിമുൽ മുശബ്ബഹി ബിഹി. ഒരു ഇസ്തിയാറത്തിൽ മുശബ്ബഹ് ബിഹിയോട് അനുയോജ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിന് ഇസ്തിയാറ മുറശ്ശഹ എന്ന് പറയുന്നു. നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം ഖായിദ വായിച്ചു പോകാം. അതുപോലെ തന്നെ ഇസ്തിയാറ മുജറദ മാ ദുക്കിറ മഅഹ മുലായിമുൽ മുശബ്ബഹി. ഒരു ഇസ്തിയാറത്തിൽ മുശബ്ബഹിനോട് അനുയോജ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെ ഇസ്തിയാറ മുജറദ എന്ന് പറയുന്നു. അപ്പോൾ മുശബ്ബഹ് ബിഹിയോട് അനുയോജ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇസ്തിയാറത്തിൽ പറഞ്ഞതെങ്കിൽ അതിന് ഇസ്തിയാറ മുറശ്ശഹ എന്നും, മുശബ്ബഹിനോട് അനുയോജ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെ ഇസ്തിയാറ മുജറദ എന്നും പറയുന്നു. മൂന്നാമത്തെ ഖായിദ അൽ ഇസ്തിയാറത്തുൽ മുത്ലഖ മാ ഖലത്ത് മിൻ മുലായിമാത്തിൽ മുശബ്ബഹി ബിഹി അവൽ മുശബ്ബഹി. ഒരു ഇസ്തിയാറത്തിൽ മുശബ്ബഹിനോടോ മുശബ്ബഹ് ബിഹിയോടോ അനുയോജ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല എങ്കിൽ അതിനെ ഇസ്തിയാറ മുത്ലഖ എന്ന് പറയും. മുശബ്ബഹിനോടും മുശബ്ബഹ് ബിഹിയോടോ അനുയോജ്യമായ കാര്യങ്ങളല്ല പറയുന്നതെങ്കിൽ അതിനെയാണ് ഇസ്തിയാറ അൽ മുത്ലഖ എന്ന് പറയുന്നത്. ലാ യുഅ്തബറു തർശീഹു ഔ തജ്രീദു ഇല്ലാ ബഅദ അൻ തതമ്മൽ ഇസ്തിയാറത്തു ബിസ്തിഫാഇഹ ഖരീനതഹ ലഫ്ളിയ ഔ ഹാലിയ. ഒരു ഇസ്തിയാറത്തിനെ തസ്രീഹ് എന്ന് പരിഗണിക്കണമെങ്കിൽ അല്ലെങ്കിൽ തജ്രീദ് എന്ന് പറയണമെങ്കിൽ അതിലെ ഖരീനത്ത് ലഫ്ലിയത്തായിട്ടോ അല്ലെങ്കിൽ ഹാലിയത്തായിട്ടോ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. വലിഹാദ ലാ തുസമ്മ ഖരീനത്തു തസ്രീഹിയ തജ്രീദൻ വലാ ഖരീനത്തുൽ മക്നിയ തർഷീഹൻ. അതുകൊണ്ട് തന്നെ ഖരീനത്തു തർഷീഹിയയെ തജ്രീദ് എന്ന് വിളിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഖരീനത്തുൽ മക്നിയയെ തർഷീഹ് എന്നും വിളിക്കാൻ പാടുള്ളതല്ല.
നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് വരാം. ഖാല തആല ഉലായിക അല്ലദീന ഇശ്തറു ളലാലത ബിൽ ഹുദാ ഫമാ റബഹത് തിജാറത്തുഹും. സന്മാർഗത്തിന് പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയിട്ടുള്ളവർ എത്രയാ അക്കൂട്ടർ. ഫമാ റബഹത് തിജാറത്തുഹും, എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു ഉദാഹരണം, യുഅദ്ദൂന തഹിയ്യത മിൻ ബഈദിൻ ഇലാ ഖമരിൻ മിനൽ ലീവാനി ബാദി. ഉയർന്ന വിധാനത്തിൽ ആഡംബരം നിറഞ്ഞ ഇരിപ്പിടത്തിലിരിക്കുന്ന ചന്ദ്രനിലേക്ക് അകലെ നിന്നും അവർ അഭിവാദ്യമർപ്പിക്കുന്നു. യുഅദ്ദൂന തഹിയ്യത, അവർ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, മിൻ ബഈദിൻ, അകലെ നിന്നും, ഇലാ ഖമരിൻ, ചന്ദ്രനിലേക്ക്, മിനൽ ഈവാനി ബാദി, ഉയർന്ന വിധാനത്തിൽ ആഡംബരം നിറഞ്ഞ ഇരിപ്പിടത്തിലിരിക്കുന്നു. അടുത്തൊരു ഉദാഹരണം കൂടി വായിക്കാം. വഖാല തആല ഇന്നാ ലമ്മാ തഗാ അൽ മാ ഹമൽനാകും ഫിൽ ജാരിയ. നിശ്ചയമായും വെള്ളം അതിരു കവിഞ്ഞ അവസരത്തിൽ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി. ഒരായത്താണ്. അപ്പോൾ ഈ മുകളിലെ ഉദാഹരണങ്ങളിൽ ഇഖ്താറു, അവർ തിരഞ്ഞെടുത്തു എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഇഷ്തറു എന്ന് ഉപയോഗിച്ചത്. ഇഖ്താറു എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് അവർ ഇസ്താറു എന്ന് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഖമർ എന്ന പദം കൊണ്ട് കവിയോട് ഉദ്ദേശിക്കുന്നത് മംദൂഹിനെയാണ്, യഥാർത്ഥ ഖമറിനെയല്ല. സാദ, അധികരിക്കുക, സാദ എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് തൊക എന്ന വാക്ക് ഉപയോഗിച്ചത്. സാദ എന്ന അർത്ഥത്തിലാണ് തൊക ഉപയോഗിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണത്തിൽ കരീനത്തിലൂടെ വലാലത്തും, രണ്ടാമത്തേതിൽ യുഅദ്ദൂന തഹിയ്യ എന്ന പ്രയോഗവും, മൂന്നാമത്തേതിൽ അൽ മാ എന്ന വാക്കുമാണ്. മുകളിൽ പറഞ്ഞ ഈ ഉദാഹരണങ്ങളിലെല്ലാം തന്നെ മുശബ്ബഹിനെ കളഞ്ഞ് മുശബ്ബഹ് ബിഹിയെ വ്യക്തമായി പറഞ്ഞ് മജാസായി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവയെല്ലാം ഇസ്തിയാറ തസ്രീഹിയയാണ്. മുകളിൽ പറഞ്ഞ ഈ ഉദാഹരണങ്ങളിൽ മുശബ്ബഹിനെ കളഞ്ഞ് മുശബ്ബഹ് ബിഹിയെ വ്യക്തമായി പറഞ്ഞ് മജാസായി ഉപയോഗിച്ചത് കൊണ്ട് അതെല്ലാം തന്നെ എന്താണ്? ഇസ്തിയാറ തസ്രീഹിയയാണ്. അതാണല്ലോ ഇസ്തിയാറ തസ്രീഹിയ. മുശബ്ബഹിനെ കളഞ്ഞിട്ട് മുശബ്ബഹ് ബിഹിയെ വ്യക്തമാക്കുക. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ അതിൽ മുശബ്ബഹ് ബിഹിയോട് അനുയോജ്യമായ ഒരു കാര്യം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഫമാ റബഹത് തിജാറത്തുഹും, അവർക്ക് അവരുടെ കച്ചവടത്തിൽ നിന്നും ലാഭമുണ്ടായില്ല. അവിടുത്തെ മുശബ്ബഹ് ബിഹി എന്താണ്? ഇഷ്തറു എന്നതാണ്. അപ്പോൾ ആ മുശബ്ബഹ് ബിഹിയോട് അനുയോജ്യമായ കാര്യങ്ങളാണ്. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നുള്ളതാണല്ലോ, വിലക്ക് വാങ്ങുക അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ത്? അവരുടെ കച്ചവടം എന്നൊക്കെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് മുശബ്ബഹ് ബിഹിയാണ്. ഇഖ്താറു എന്നുള്ളതിന് പകരമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇഷ്തറു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഫമാ റബഹത് തിജാറത്തുഹും എന്നാണ് അവർ അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ മുശബ്ബഹിനോട് അനുയോജ്യമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. മിനൽ ഈവാനി ബാദ്, ഉയർന്ന വിധാനത്തിൽ ആഡംബരത്തോടു കൂടി ഇരിപ്പിടത്തിലിരിക്കുക. അവിടുത്തെ മുശബ്ബഹ് എന്താണ്? മംദൂഹാണ് മുശബ്ബഹ്. ഖമർ എന്നത് മുശബ്ബഹ് ബിഹിയാണ്. അപ്പോൾ ഇവിടുത്തെ മംദൂഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ത്? ഉയർന്ന വിധാനത്തിൽ ആഡംബരത്തോടു കൂടി ഇരിക്കുക എന്ന മിനൽ ഈവാനി ബാദ് എന്നുള്ളത്. അപ്പോൾ മുശബ്ബഹിനോട് അനുയോജ്യമായ കാര്യമാണ് അവിടെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെ നോക്കി മൂന്നാമത്തെ ഉദാഹരണത്തിൽ മുശബ്ബഹിനോടോ മുശബ്ബഹ് ബിഹിയോടോ അനുയോജ്യമായ ഒരു കാര്യത്തെക്കുറിച്ചും തന്നെ അവിടെ എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് നിശ്ചയമായും വെള്ളം അതിരു കവിഞ്ഞ അവസരത്തിൽ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ മുശബ്ബഹിനോടോ മുശബ്ബഹ് ബിഹിയോടോ അനുയോജ്യമായ ഒരു കാര്യത്തെക്കുറിച്ചും തന്നെ എന്ത് ചെയ്തിട്ടില്ല? മൂന്നാമത്തെ ഉദാഹരണത്തിൽ പറയപ്പെട്ടിട്ടില്ല.
അപ്പോൾ ഒന്നാമത്തെ രീതിയിലുള്ള ഇസ്തിയാറത്തിനെയാണ് ഇസ്തിയാറ മുറശഹ എന്ന് പറയുന്നത്. അതായത് മുഷബ്ബഹ് ബിഹിയോട് അനുയോജ്യമായ കാര്യങ്ങൾ പറഞ്ഞതായി കാണാം അത്തരത്തിലുള്ളത്. ഇസ്തിയാറ മുജറദ രണ്ടാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെയുള്ളതിനെയാണ് ഇസ്തിയാറ മുജറദ എന്ന് പറയാം. അതായത് മുഷബ്ബഹിനോട് അനുയോജ്യമായ കാര്യങ്ങൾ പറയുന്നത്. ഇസ്തിയാറ മുത്ലക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? മുഷബ്ബഹ് ബിഹിയോടോ അനുയോജ്യമായ കാര്യങ്ങൾ പറയാതിരിക്കുക. രണ്ടും പറയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനെയാണ് മുറശഹ, മുജറദ, മുത്ലക്ക എന്ന് പറയാം. അൽ-ഇസ്തിയാറ അത്തംസീലിയ. എന്താണ് ഇസ്തിയാറ തംസീലിയ എന്നാൽ? അൽ-ഇസ്തിയാറത്തു തംസീലിയ തർക്കീബുൻ ഇസ്തുഅ്മില ഫീ ഗൈരി മാ വുളിയ ലഹു ലിഅലാഖത്തിൽ മുശാബഹത്തി മാ ഖരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തി മഅനാഹുൽ അസ്ലി. അതാണ് അതിൻ്റെ ഖായിദ വരുന്നത്. അൽ-ഇസ്തിയാറത്തു തംസീലിയ തർക്കീബുൻ, അതൊരു തർക്കീബാണ്, പദഘടനയാണ്. ഇസ്തുഅ്മില ഫീ ഗൈരി മാ വുളിയ ലഹു, യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ എന്ത് ചെയ്തിരിക്കുന്നു? ഉപയോഗിച്ചിരിക്കുന്നു. ഈ അലാഖത്തിൽ മുശാബഹത്തി മാ ഖരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തി മഅനാഹുൽ അസ്ലി, യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന ഖരീനത്തോടും അതോടൊപ്പം തന്നെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള അലാഖത്ത്, മുശാബഹത്താവുകയും ചെയ്യുന്ന, താരതമ്യമാവുകയും ചെയ്യുന്ന രീതിയിൽ യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ മജാസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് ഇസ്തിയാറ തംസീല എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തർക്കീബിനെ, ഒരു പദഘടനയെ, നേരത്തെയൊക്കെ ഓരോ പദങ്ങളെയാണ് പറഞ്ഞത്, ഇതൊരു പദഘടനയെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന കരീനത്തോടും അതോടൊപ്പം തന്നെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള അലാഖത്ത്, മുശാബഹത്ത് ആവുകയും ചെയ്യുന്ന രീതിയിൽ യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ മജാസായിട്ട് ഉപയോഗിക്കുന്ന രീതിയെയാണ് ഇസ്തിയാറ തംസീലിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആദ സൈഫു ഇലാ ഖിറാബിഹി വഹല്ലൽ ലൈസു മനിയ ഖാബിഹി. ആദ സൈഫു ഇലാ ഖിറാബിഹി, വാള് അതിൻ്റെ ഉറയിലേക്ക് മടങ്ങി. ഖിറാബ് അതിൻ്റെ ഉറ. വഹല്ലൽ ലൈസു മനിയ ഖാബിഹി, സിംഹം കാട്ടിലുള്ള അതിൻ്റെ സുരക്ഷിതമായ വാസസ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ഈ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ അൽ മുജാഹിദു ആദ ഇലാ വത്വനിഹി ബഅദ സഫരിൻ എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വരുന്നത്. ഒരു യാത്രയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന പടയാളിയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അതാണ് ആദ സൈഫു ഇലാ ഖിറാബിഹി വഅല്ലൽ ലൈസു മനിയ ഖാബിഹി എന്ന് പറയുന്നത്. ഈ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു പട്ടാളക്കാരൻ തൻ്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഒരു വാളും തന്നെ ഉറയിലേക്ക് മടങ്ങുന്നില്ല. അതുപോലെ ഒരു സിംഹവും അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഉദാഹരണത്തിലെ രണ്ട് പദഘടനകളെയും യഥാർത്ഥ അർത്ഥത്തിലല്ല ഉപയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ട് പദഘടനകളുണ്ടല്ലോ, ആദ സൈഫു ഇലാ ഖിറാബിഹി ഉണ്ട്, ഹല്ലൽ ലൈസു മനിയ ഖാബിഹി എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നെ യഥാർത്ഥ അർത്ഥത്തിലല്ല ഉപയോഗിച്ചതെന്ന് നമുക്ക് അടിയിൽ പറയുന്ന അൽ മുജാഹിദു ആദ ഇലാ വത്തനിഹി ബഅദ സഫർ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് ഒരു പട്ടാളക്കാരൻ കുറേ നാളത്തെ സേവനത്തിന്, തൻ്റെ സൈനിക സേവനത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് ഈ ഉദാഹരണത്തിലെ മജാസ് ആയിട്ടുള്ള പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കരീനത്ത് ഹാലിയത്തും അലാഖത്ത് മുശാബഹത്തുമാണ്. അപ്പോൾ വീട്ടിൽ നിന്നും നാടിന് വേണ്ടി
പടപൊരുതാൻ ഇറങ്ങി തിരിച്ച ഒരു പട്ടാളക്കാരൻ, ആൾ കുറേ നാളത്തെ സേവനത്തിന് ശേഷം വീട്ടിലേക്കുള്ള മടക്കത്തെ പോരാട്ടത്തിന് വേണ്ടി ഉറയിൽ നിന്നും പുറത്തെടുത്ത വാള് രൂക്ഷമായ പോരാട്ടത്തിന് ശേഷം ഉറയിലേക്ക് തിരികെ വെക്കുന്നതിനോടും, അതുപോലെ തന്നെ ഒരു സിംഹം ധീരമായ തൻ്റെ വേട്ട നടത്തിയ ശേഷം അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നതിനോടും താരതമ്യം ചെയ്യുകയാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അന്ത തർക്കുമ അലൽ മായി എന്ന് പറയാറുണ്ട്. നീ വെള്ളത്തിലാണ് എഴുതുന്നത് അല്ലെങ്കിൽ വെള്ളത്തിലാണ് വരക്കുന്നത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ വരക്കുക എന്നല്ലല്ലോ, അതൊരു തർക്കീബാണ്, ഒരു ഘടനയാണ്. അത് ഉദ്ദേശിക്കുന്നത് ഒരു വെറും പണിയാണ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന തർക്കീബുകളെ 2-3 തർക്കീബുകൾ പറഞ്ഞു. അതിൻ്റെ അത്തരത്തിലുള്ള ഈ പദഘടനകളെ അലാഖത്ത് മുഷാബഹത്താകുന്ന രീതിയിലും അതോടൊപ്പം തന്നെ അതിൻ്റെ കരീനത്തോടും കൂടിയിട്ട് തർക്കീബുകളുടെ ഘടനകളുടെ യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ മജാസായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തർക്കീബുകളെ മജാസായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ഇസ്തിയാറ തംസീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഖായിദ ഒന്നുകൂടി പറയാം. ഇസ്തിയാറത്തു തംസീലിയ തർക്കീബുൻ ഇസ്തുഅമില ഫി ഗൈരി മാ ഉളിയ ലഹു ലി അലാഖത്തിൽ മുശാബഹത്തി മാ ഖരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തി മഅനാഹുൽ അസ്ലി. ഒരു തർക്കീബിനെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന കരീനത്തോടും അതോടൊപ്പം തന്നെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള അലാഖത്ത് മുശാബഹത്ത് ആവുകയും ചെയ്യുന്ന രീതിയിൽ യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ മജാസായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ഇസ്തിയാറ തംസീലിയ എന്ന് പറയുന്നത്. ഇതാണ് ഇസ്തിയാറത്തിൻ്റെ ഒരു ഭാഗം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.